ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, പാതായിക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾക്കായി ഞാനൊരു തുക വഖഫ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. വലിയ ഒരു തുക അദ്ദേഹം ബാധ്യതയിലൂടെ മുന്നോട്ട് പോകുന്ന നമുക്ക് അദ്ദേഹം പറയുക മാത്രമല്ല, മണിക്കൂറുകൾക്കുള്ളിൽ അത് നൽകുകയും ചെയ്തു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് അദ്ദേഹത്തിൻ്റെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലം പറങ്കൂച്ചി മരങ്ങളുടെയും കാട് പിടിച്ച ഒരുപാട് കുറ്റിക്കാടുകളുടെയും ഇടമായിരുന്നു. പകൽ സമയങ്ങളിൽ പോലും ഈ പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ കഴിയാത്ത വണ്ണം വിജനമായ ഈ പ്രദേശം, ഈ സംവിധാനം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ സമീപത്തുള്ള PTM ഗവൺമെന്റ് കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപകരിക്കാവുന്ന സ്വഭാവത്തിലാണ് മർഹൂം കീശ്ശേരി മൊയ്തീൻ സാഹിബ് ഈ ഒരു സ്ഥലം വഖഫ് ചെയ്യുകയും ഇവിടെ നമ്മളൊരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു മദ്രസ കൂടി ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം നൽകിയ സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ മദ്രസ കെട്ടിടവും അനുബന്ധ സംവിധാനങ്ങളും ഉള്ളത്. ആ 30 വർഷങ്ങൾക്ക് മുമ്പുള്ള കാഴ്ചയല്ല ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ, പേര് പറയുന്നത് പോലെ തന്നെ ഇതൊരു ക്യാമ്പസാണ്. ഒരു ക്യാമ്പസ് എന്നുള്ളത് വൈജ്ഞാനികമായ പ്രവർത്തനങ്ങൾ മാത്രമല്ല, പ്രായോഗികമായ സംഗതികൾ കൂടി ചേരുന്ന ഒരു ഇടത്തെ കൂടിയാണ് ക്യാമ്പസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ന് ഹിലാൽ ക്യാമ്പസ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ മുൻഗാമികൾ അസ്ഥിവാരമിട്ട ഈ സംവിധാനങ്ങൾ ഏതൊരു കാര്യത്തിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയായിരുന്നോ അവരാഗ്രഹിച്ചത്, അതിന്റെ പൂർണ്ണതയിലേക്ക് യഥാർത്ഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 2000-4000 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിജനമായ മക്കയുടെ മലഞ്ചെരുവിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. ഏതൊരു വിശ്വാസിയും അവന്റെ മണ്ണിനെ കുറിച്ച്, അവന്റെ നാടിനെ കുറിച്ച് ഈമാനിന്റെ ഭാഗമായി ഹൃദയത്തിനകത്ത് കൊണ്ടു നടക്കേണ്ട സ്വപ്നമാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചത്. അതേ കൂട്ടരെ, ഇതൊരു നിർഭയത്വത്തിന്റെ കേന്ദ്രമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ യാത്രക്കാർക്ക്, സമീപത്തുള്ള വീടുകളിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും അവർക്കൊക്കെയും വിപുലമായ വിവിധ സംവിധാനങ്ങളുള്ള, നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ കിടപ്പിലായ രോഗികൾ, വേദന തിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് സാന്ത്വനം നൽകുന്ന പാലിയേറ്റീവ് സംവിധാനമുള്ള കേന്ദ്രം, മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് ആശ്വാസം നൽകുന്ന കൗൺസിലിംഗ് സെന്ററുകളുള്ള കേന്ദ്രം, മക്കൾക്ക് വിശുദ്ധ ഖുർആനും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെയും പഠിപ്പിച്ചു കൊടുക്കുന്ന കേന്ദ്രം, നിർഭയത്വത്തോടുകൂടി നമ്മുടെ മക്കൾക്ക് ഇത്തരം മജ്‌ലിസുകൾ നീക്കുമ്പോൾ പോലും അവരുടെ വിനോദത്തിനും അവരുടെ ഉല്ലാസത്തിനും വേണ്ടി ഒരു പള്ളിയോടനുബന്ധിച്ചുകൊണ്ട് പാർക്കുകൾ ഉണ്ടാവുക എന്നുള്ളത് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു. ഈ പാർക്കിന്റെ ഉദ്ഘാടന സന്ദർഭത്തിൽ
ദൃശ്യമാധ്യമ സംവിധാനങ്ങളിൽ നടന്ന ചർച്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത്ഭുതത്തോടു കൂടിയാണ് നമ്മുടെ പുതിയ തലമുറ അതിനെ ഏറ്റുവാങ്ങിയത്. കാലഹരണപ്പെട്ട പല ആളുകളും അതൊരു നാശത്തിന്റെ ലക്ഷണമാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരായ പലരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകൾ ഉദ്ധരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം അവർ പറഞ്ഞു, ഇതാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മദീനത്തുൻ നബി. പട്ടിണി പാവങ്ങൾ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഈത്തപ്പഴയുടെ കൊലകൾ നാട്ടി നിർത്തിയ അള്ളാഹുവിന്റെ റസൂൽ, ആ റസൂലുള്ള നേതൃത്വം നൽകിയ മദീനത്തുൻ നബി, ആ മദീനത്തുൻ നബിയിൽ നിന്നാണ് സൂഖ് മദീന രൂപം കൊണ്ടത്. ആ മദീനത്തുൻ നബിയിൽ നിന്നാണ് ഇസ്ലാമിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് റസൂലുള്ള നേതൃത്വം നൽകിയത്. ആ മദീനത്തുൻ നബിയിലാണ് മനസ്സ് വിഷമിച്ചുകൊണ്ട് അടിമപ്പാളയത്തിലെ പെൺകുട്ടി വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങളോട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് കടന്നു വന്നപ്പോൾ ആ പെണ്ണിനോട് പറഞ്ഞത്, പെണ്ണെ, മദീനത്തെ ഏതോ ഊടുവഴികളിലും നിന്നെ കാണാൻ, നിന്റെ സംസാരം കേൾക്കാൻ ഈ മുഹമ്മദ് കാത്തു നിൽക്കുമെന്ന് പറഞ്ഞത്. ആ മദീനത്തുൻ നബിയിലാണ് ഉറച്ചു വന്ന ചെറുപ്പക്കാരനോട്, എന്നെ കാണുമ്പോൾ നീ എന്തിനാണ് പേടിക്കുന്നത്? ഉണക്കമാംസം തിന്നു വളർന്ന ഒരു ഉമ്മയുടെ മകനായ മുഹമ്മദിനെ കണ്ട് നീ പേടിക്കേണ്ടതില്ല എന്ന് പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ആ മദീനത്തുൻ നബിയിലാണ് മനസ്സിന്റെ വിഷമങ്ങൾ സഹിക്കാൻ കഴിയാതെ ഉമാമ റളിയല്ലാഹു അൻഹു അസമയത്ത് പള്ളിയിൽ കയറിയത്. അല്ലാഹുവിന്റെ റസൂൽ സാന്ത്വനത്തിന്റെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുത്തത്. അതേ കൂട്ടരെ, അല്ലാഹുവിന്റെ ആ ഭവനങ്ങളുടെ മാതൃകയിൽ നിന്ന് നമുക്ക് സാധ്യമായ സംവിധാനങ്ങളുമായി ഈ വഖഫ് പദ്ധതികൾ മാത്രമല്ല, നമ്മുടെ ട്രെയിനിങ് സെന്റർ സംവിധാനം ഉൾപ്പെടെ, അതുപോലെ തന്നെ നമ്മുടെ മദ്രസ, നമ്മുടെ പാലിയേറ്റീവ് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ സകാത്ത് സംവിധാനം, മൈക്രോ ഫിനാൻസ് സംവിധാനം, ഖുർആൻ പ്രഭാഷണ പരമ്പരകൾ വർഷങ്ങളായി നമ്മൾ ഷിഫ കൺവെൻഷൻ സെന്ററിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. വിപുലങ്ങളായ ഈ സംവിധാനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനിനോടുള്ള ആ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് പിറവിയെടുത്തതാണ്. ഈ സംവിധാനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഒരുപാട് ആളുകൾ എന്റെ മുന്നിലും പിന്നിലുമുണ്ട്. പലരിന്നും ശൈലികളിലാണ്. പടച്ച റബ്ബ് അവർക്കൊക്കെയും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. റബ്ബ് ആഫിയത്തോടുകൂടി കൂടുതൽ പ്രവർത്തിക്കുവാനുള്ള ഊർജം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ സംവിധാനങ്ങൾ ഓരോ മാസവും പൂർത്തിയാകുമ്പോൾ പള്ളിയിലെ ജീവനക്കാരുൾപ്പെടെയുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നത് മുതൽ നമ്മുടെ വികസന പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള സാമ്പത്തികമായ പല പരാധീനതകളുമാണ് നമ്മൾ പലപ്പോഴും അലട്ടാറുള്ളത്. പക്ഷേ അല്ലാഹുവാണ് സത്യം. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരും അല്ലാത്തവരുമായ പല മനുഷ്യരും രഹസ്യമായും സ്വകാര്യമായും വിളിച്ചുകൊണ്ട് ഈ മാസത്തെ ഇത്തരത്തിലുള്ള ഒരു ആവശ്യത്തിന് ഞാൻ ഒരു പണം കണ്ടുവച്ചിട്ടുണ്ട്, ഞാനത് നൽകാൻ സന്നദ്ധമാണ്. മാസങ്ങളായി നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലുകൾ അടക്കുന്നവർ ആ കൂട്ടത്തിലുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു പാർക്ക് തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം കയ്യിലെ വളയൂരി തന്നുകൊണ്ട് ആ സ്വർണ്ണാഭരണം നൽകിക്കൊണ്ട് ഇതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു സംവിധാനത്തിന് തുടക്കം കുറിക്കട്ടെ എന്ന് പറഞ്ഞവർ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹു അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ സുഖകരമായ കാറ്റുകൊള്ളുന്ന ഈ ഫാൻ പോലും ഇന്ന് നമ്മുടെ ബാധ്യതയിലാണ് ഓടിക്കൊണ്ടിരിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത്തരം അവസരങ്ങൾ അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന അവസരങ്ങളാണ്. സ്വതക്ക ചെയ്യുവാൻ അവസരങ്ങൾ ലഭിച്ചാൽ ആ അവസരങ്ങളുടെ കാര്യങ്ങളിൽ പിന്തുന്നവരായിരുന്നില്ല ഉമ്മത്ത് മുസ്ലിമ. ഈ ഉമ്മത്തിന്റെ ഒന്നാമത്തെ തലമുറ നിങ്ങൾ ആലോചിച്ചു നോക്കുക. അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ ചാടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വീട്ടിലുള്ളത് മുഴുവൻ കൊണ്ടുവന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, വീട്ടിലുള്ളത് പകുതി കൊണ്ടുവന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, മദീനത്തെ പള്ളിയിൽ കുന്നുകൂടിയ വിഭവങ്ങൾ പട്ടിണി പാവങ്ങളായ സഹാബികളുടെ വീടുകളിൽ നിന്നാണെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, നല്ല മൊസൈക്കിട്ട, നല്ല ഗ്രാനൈറ്റിട്ട, നല്ല മാർബിളിട്ട, എല്ലാ മുറികളിലും എസികൾ ഉണ്ടാക്കി വെച്ച, വീടിന്റെ മുന്നിൽ 2-3 വാഹനങ്ങളുള്ള നമ്മളുടെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളോടൊപ്പം അല്ലാഹുവിന്റെ ഭവനങ്ങൾ ദാരിദ്ര്യത്തിൽ പെട്ടുപോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അല്ലാഹുവിന്റെ ഭവനങ്ങൾ യഥാർത്ഥത്തിൽ അന്യാധീനപ്പെട്ടു പോകരുത്. അല്ലാഹുവിന്റെ ഭവനങ്ങളും ദീനിന്റെ സംരംഭങ്ങളും
ദാരിദ്ര്യത്തിന്റെ കെടുതികൾ അനുഭവിക്കരുത്. നമ്മൾ പട്ടിണി കിടന്നാലും പള്ളിയുടെ ഉസ്താദും പള്ളിയിലെ മൗലവിയും ഖതീബും ഉൾപ്പെടവർ അന്തസ്സോടുകൂടി ദീൻ പറയാൻ കഴിയുന്നവരാവണമെങ്കിൽ നമ്മുടെ സമ്പത്തിൽ നിന്ന് മാറ്റിവെക്കണം. ഇത് പള്ളിക്ക് വേണ്ടിയാണ്. കിട്ടുന്ന തേങ്ങകളിൽ നിന്ന് 4-5 തേങ്ങകൾ വർഷവും മാറ്റിവെച്ച് വലിച്ചു കെട്ടിയെടുത്ത കയറുമായുമായിട്ട്, വയറിന്റെ അറ്റത്തുണ്ടായിരുന്ന കയറുമായിട്ട് ഒരു നേരം ഭക്ഷണം കഴിച്ചിരുന്ന നമ്മുടെ വല്യപ്പന്മാർ മക്രോണിരുന്ന് കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ സ്വന്തം വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ഒരു തെങ്ങിൽ നിന്ന് കിട്ടുന്ന 10 തേങ്ങയിൽ നിന്ന് 4 തേങ്ങ അത് പള്ളിക്കും ഉസ്താദിന്റെ ചെലവിനുമാണെന്ന് മാറ്റിവെച്ച ഒരു തലമുറയുടെ പേരക്കുട്ടികളാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ദൗത്യം ഇനിയും നമ്മൾ തുടരേണ്ടതുണ്ട്. ഈ സംവിധാനങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ സംവിധാനങ്ങളുടെ നട്ടല്ലായിരുന്നാൽ നമുക്ക് ഈ ദുനിയാവിലും നാളെ പരലോകത്തോലും പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും, അല്ലാഹുവിന്റെ സഹായങ്ങൾ ഉണ്ടാകും. ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നിന്ന്, ദുനിയാവിന്റെ പ്രതിസന്ധികളിൽ നിന്ന് സ്വതകകൾ നമ്മളെ രക്ഷിക്കും, സ്വതകകൾ നമ്മളെ കാക്കും. കാരണം അല്ലാഹുവിൽ നിന്നുള്ള, പടച്ച തമ്പുരാനിൽ നിന്നുള്ള സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ സ്വതകകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആപത്തുകളെ തടയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. പോരാ, നമ്മുടെ ഖബറിന്റെ അദാബുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, പരലോകത്ത് നമുക്ക് തണൽ ലഭിക്കുവാൻ, പരലോകത്ത് നമുക്ക് അല്ലാഹുവിന്റെ ആ ഹിസാബിൽ നിന്ന് ഹിസാബൻ യസീറ, എളുപ്പമുള്ള ഹിസാബുമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ കയ്യിലുള്ള സമ്പത്തിന്റെ അളവ് നമുക്കാണ് അറിയുക. അതുകൊണ്ട് സ്വതകകൾ ധാരാളമായി ചെലവഴിച്ചുകൊണ്ടിരിക്കുക. വലിയ പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയുമാണ് ഉമ്മത്ത് മുസ്ലിമ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലതരം പരീക്ഷണങ്ങൾ ഈ രാജ്യത്ത് നമ്മളെ ലഭിക്കാൻ പോകുന്നു. നമ്മളെ കാർമേഘം പോലെ വന്നു മൂടിക്കൊണ്ടിരിക്കുന്നു. അതിനെല്ലാം പരിഹാരം സ്വതക്കകളും ഇസ്തിഗ്ഫാറുമാണ്, തൗബയാണ്, ഇസ്തിഗ്ഫാറാണ്, അതുപോലെ തന്നെ സ്വതക്കയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സംവിധാനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഈ മഹല്ല് സംഗമത്തിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ പ്രഖ്യാപിച്ച പല പദ്ധതികളാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. കഴിഞ്ഞ മഹല്ല് സംഗമത്തിൽ നമ്മൾ പ്രഖ്യാപിച്ച പാർക്ക് അത് ഇതാ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ് ഹാള് ഇതാ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മദ്രസാ കെട്ടിടം ഇത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ മദ്രസാ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കാൻ പണമില്ലാതെ നിൽക്കുമ്പോൾ ഇന്നും ജീവിച്ചിരിക്കുന്ന നമ്മുടെ അഷ്റഫ് സാഹിബിന്റെ ഉമ്മ, അവരാണ് നമ്മളോട് പറഞ്ഞത്, ഇതാ എന്റെ ഈ സ്ഥലം വിറ്റുകൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് നിങ്ങൾ ഈ ബാക്കിപ്പണി പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞ ആ മഹതിയായ സ്ത്രീയുടെ ആ ഒരു സ്വതക കൊണ്ടാണ്, അവരുടെ വഖഫ് കൊണ്ടാണ് നമ്മുടെ ഈ സംവിധാനങ്ങളും ഇന്റർലോക്ക് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള പലതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവാണ് സത്യം. ആ സ്വതകകളുണ്ടല്ലോ, ആ സ്വതക്കയുടെ വലിപ്പം അത് അത്രയും വലിപ്പമുള്ള, അത്രയും വലിയ നിർണായകമായ ഒരു സന്ദർഭത്തിലുള്ള സ്വതകകളായിരുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ എന്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് അടുത്ത തലമുറക്ക് വേണ്ടി ചിലതെല്ലാം ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ദുനിയാവ് വിടാൻ യഥാർത്ഥത്തിൽ അവകാശമുള്ളൂ. നമ്മുടെ മക്കളെ കുറിച്ചുള്ള എന്ത് കുറ്റങ്ങൾ നമ്മൾ പറഞ്ഞാലും ശരി, ഞാൻ പറയുക, ഒന്നാമത്തെ പ്രതികൾ നമ്മളാണ്, മാതാപിതാക്കളാണ് പ്രതികൾ. നമ്മളിവിടെ സമ്മർ ക്യാമ്പ് നടത്തി. നമ്മുടെ സമ്മർ ക്യാമ്പിലെ കുട്ടികളെ കുറിച്ച് അധ്യാപകരും ക്ലാസ് എടുത്തവരും പറഞ്ഞത് എന്തു നല്ല അഭിപ്രായങ്ങളാണ്, എന്തു നല്ല മക്കളായിരുന്നു. അവരുടെ മനോഹരമായി സംസാരിക്കുന്നു. അവർക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ട്, അവർക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ട്. പക്ഷേ വീടുകളിൽ നിന്ന് നമ്മൾ പകർന്നു കൊടുക്കാത്തതാണ് അവരുടെ കുറവ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സംരംഭം ഇനിയും തുടരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ മക്കളുടെ കൂട്ടത്തിലുള്ള കഴിവുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലീഡേഴ്സ് അക്കാദമി എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ മഹല്ല് സംഗമത്തോടുകൂടി നമ്മൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിന് നിങ്ങളുടെ പിന്തുണ വേണം. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വിടണം. ജിടെക് കമ്പനിയുടെ സഹായത്തോടുകൂടി അവർക്ക് ചില ട്രെയിനിങ് പദ്ധതികൾ കൂടി അവരുടെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി അവർ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കൂട്ടത്തിലെ ചെറുപ്പക്കാർ, ഡിഗ്രി കഴിഞ്ഞവരെ, പ്ലേസ്മെന്റ് നടത്തിയവർക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കൂടി അവർ അതിനുള്ള ഗൈഡൻസും സഹായവും നൽകാമെന്നാണ് ഏറ്റിട്ടുള്ളത്. മറ്റൊരു പദ്ധതി നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ മഹല്ലിൽ ഖുർആൻ പഠിക്കാൻ, ഹിഫ്ളാക്കാൻ താല്പര്യമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു 5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പഠന സംവിധാനം
നമ്മൾ തുടങ്ങാൻ ആരംഭിക്കുന്നു. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള പുതിയ പദ്ധതികളാണ്. നിങ്ങളുടെ സഹായങ്ങൾ വേണം, നിങ്ങളുടെ പിന്തുണകൾ വേണം, അതിലേറെ നിങ്ങളുടെ പ്രാർത്ഥനകൾ വേണം. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ, ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ എനിക്കിവിടെ നിന്ന് പറയേണ്ട ഒരുപാട് മനുഷ്യരുടെ പേരുകളുണ്ട്. പക്ഷേ ആ പേരുകൾ പറഞ്ഞു തീർക്കാൻ ഞാൻ ഭയപ്പെടുന്നത് ചിലരെങ്കിലും വിട്ടുപോകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ്. ചിലരുടെ പേരുകൾ പറയുമ്പോൾ ഒരു പക്ഷേ കണ്ടമിടറി പോകുമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകും ആ മഹത്തുക്കൾ. നമ്മളുടെ ടൗണിലെ പള്ളിയും നമ്മുടെ ഈ സംവിധാനങ്ങളും നമ്മുടെ ഖബർസ്ഥാനും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ആരുമില്ലാത്ത കാലഘട്ടത്തിൽ രാവും വൈകുന്നേരവും പകലും അതിനുവേണ്ടി അധ്വാനിച്ച ഒരുപാട് മനുഷ്യന്മാർ. ഒരുപക്ഷെ നമ്മുടെ മക്കൾ അവരെ കണ്ടിട്ടില്ല, ഒരുപക്ഷെ നമ്മുടെ പേരക്കുട്ടികൾ അവരെ കുറിച്ച് കേട്ടിട്ടില്ല. അവർ സാധാരണക്കാരായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ, പടച്ച റബ്ബിന്റെ മാർഗത്തിൽ അവരുണ്ടാക്കിയ അസ്ഥിവാരത്തിന്റെ മേലാണ് നമ്മുടെ ഈ സംവിധാനങ്ങളെല്ലാം ഇന്ന് പടർന്നു കൊണ്ടലിച്ചു നിൽക്കുന്നത്. നാദാ, അവർക്ക് നീ ഉന്നതമായ പ്രതിഫലങ്ങൾ നൽകണം നാദാ. അവരുടെ ഖബറിൽ അവർക്ക് നീ സൽക്കർമ്മങ്ങളുടെ, അവർ ചെയ്ത നന്മകളുടെ പെരുമഴകൾ നീ നൽകണം തമ്പുരാനെ. അവരെ നീ അനുഗ്രഹിക്കണം തമ്പുരാനെ. നാദാ, അവരിൽ അവശേഷിക്കുന്നവർ ചിലർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണം നാദാ. റബ്ബേ, അവരുടെ പിന്തുടർച്ചയായിക്കൊണ്ട്, അവരുടെ ആധാറുകളെ പിന്തുടർന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദീനിന്റെ മാർഗത്തിൽ അഭിമാനത്തോടുകൂടി, മടിയില്ലാതെ, ആലസ്യമില്ലാതെ, ഭയമില്ലാതെ അല്ലാഹു അക്ബർ ഈ കലിമത്തു തൗഹീദിന്റെ മാർഗത്തിൽ, ഈ ദീനിന്റെ മാർഗത്തിൽ, ഈ സംരംഭങ്ങളുടെ മാർഗത്തിൽ എന്റെ സമയം കൊടുക്കാൻ ഞാൻ സന്നദ്ധമാണ്, എന്റെ സമ്പത്ത് കൊടുക്കാൻ ഞാൻ സന്നദ്ധമാണ് എന്ന ദൃഢനിശ്ചയം എടുത്തുകൊണ്ടായിരിക്കണം ഈ മഹല്ലിലെ വാസികൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. അല്ലാഹു അതിന് സഹായിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഖഫ് പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പ്രൊജക്ട് മാനേജർ ഹിലാൽ ക്യാമ്പസ്, മസ്ജിദുൽ ഹുദ വൈസ് ചെയർമാൻ കൂടിയായ എ.ടി. ഷറഫുദ്ദീൻ സാഹിബിന് ഹൃദ്യമായ നന്ദി. തുടർന്ന് വേദിയിൽ നടക്കുന്നത് ജനതാ പാലിയേറ്റീവ് കെയർ 1ാം വാർഷികത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാം വാർഷിക ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ IAPC ജനറൽ സെക്രട്ടറി, പ്രമുഖ വളണ്ടിയർ ട്രെയിനർ കൂടിയായ കരീം വാഴക്കാടാണ്. കരീം വാഴക്കാടിനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജഗനിയന്താവായ പടച്ചതമ്പുരാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ സംസാരിക്കുന്ന എനിക്കും വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വളരെ കുറച്ച് സമയം ഉപയോഗിച്ച് നിങ്ങളെ നാട്ടിലെ കുട്ടികളുടെ കലാപരിപാടികൾ ആസ്വദിക്കാനും ഈ മഹല്ലിൻ്റെ സംഗമത്തിലെ വിവിധ പരിപാടികൾക്ക് തടസ്സമില്ലാതെ വളരെ ചെറിയ സമയം കൊണ്ട് ഗൗരവപരമായ ചില കാര്യങ്ങൾ ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ പ്രാതിനിധ്യം നൽകി ഇവിടേക്ക് അയച്ചത് പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ നമ്മളിലൂടെ ഈ മഹല്ല് പടച്ച തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ച ആ പ്രാതിനിധ്യത്തിൻ്റെ പ്രസരണ കേന്ദ്രമായി മാറാനുള്ള ഒരു ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മളൊരു സാന്ത്വന പരിചരണ കേന്ദ്രം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഈ സംസാരം കേൾക്കുമ്പോൾ
ഹൃദയത്തിൽ മനസ്സിൽ കൈവച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കണം. പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ ഈ ഒരു വർഷത്തിൽ നമുക്ക് നൽകിയ സമയത്തിൽ നിന്ന് എത്ര സമയം ആ ഹോം കെയർ വാഹനത്തിൽ കയറാൻ ഒരു വലിയ പ്രബോധന ദൗത്യ നിർവഹണ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള നാം ഓരോരുത്തർക്കും കഴിഞ്ഞു എന്ന ഒരു വിമർശന ബുദ്ധിയായുള്ള ഒരു അന്വേഷണം ഈ അവസരത്തിൽ നടത്തണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ആൾക്കാർക്കൊന്നും സമയമില്ല, എല്ലാവർക്കും തിരക്കാണ്. നേരമില്ല പോലും. നേരം എത്രയെന്ന് ചോദിച്ചാൽ പറയാൻ നേരമില്ല പോലും, അത്രക്കും തിരക്കാണ്. നമ്മൾ ഒരുപാട് വഅളുകൾ, ഒരുപാട് ഖുർആൻ ക്ലാസ്സുകളിൽ ഒരു കഥ കേട്ടിട്ടുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്തത സഹചാരിയായ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരോരുമില്ലാത്ത ഒരു സാധു സ്ത്രീ, മക്കളില്ല, പേരക്കുട്ടികളില്ല, പറയത്തക്ക ബന്ധുബലമില്ല, വേണ്ടപ്പെട്ട രീതിയിലുള്ള കുടുംബബലമില്ല, അങ്ങനെ ജീവിക്കുന്ന ഒരു സാധു സ്ത്രീ. ആ സ്ത്രീ അവിടെ കിടപ്പിലായി. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പാലിയേറ്റീവ് കെയറിൽ രജിസ്റ്റർ ചെയ്തു. ആദ്യത്തെ വോളണ്ടിയർ ഹോം കെയർ നിർവഹിച്ചത് നമ്മുടെ വോളണ്ടിയർ ഹോം കെയറിന്റെ മുസ്ലിം സമൂഹത്തിന്റെ വോളണ്ടിയർ ഹോം കെയറിന്റെ ആദ്യത്തെ മാതൃകയായിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്ന ഒരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. കഥയല്ല, ചരിത്രമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ആ വീട്ടിലേക്ക് പോകും. ആ പാവപ്പെട്ട ഉമ്മൂമാന്റെ മലത്തിലും മൂത്രത്തിലും കിടന്നിരുന്ന വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയിട്ട് തിരുമ്പി ഉണക്കി മടക്കി കൊണ്ടുപോയ വസ്ത്രങ്ങൾ, അതിനു മുമ്പ് ആ ഉമ്മയെ കുളിപ്പിച്ചു, പുതുവസ്ത്രം ധരിപ്പിച്ചു, ചീത്തയായ വസ്ത്രങ്ങൾ എടുത്തു വീട്ടിലേക്ക് അലക്കാൻ കൊണ്ടുപോയി. എന്നിട്ട് ആഹാരം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കാവുന്ന ആഹാരം കയ്യെത്തുന്ന ദൂരത്ത് തയ്യാറാക്കി കൊടുത്ത് എല്ലാ ദിവസവും ഹോം കെയർ, വോളണ്ടിയർ ഹോം കെയർ പോകുന്ന ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കിന്ന് നേരമില്ല. ഈ മനുഷ്യരെ, ഈ സാത്വികരായ മനുഷ്യരെ ഒരു പണിയും തരവില്ലാത്ത, ഒരു ബിസിനസ്സും ഇല്ലാത്ത, ഒരു ഏർപ്പാടും ഇല്ലാത്ത പച്ച പോയത്തക്കാരായിട്ട് കണ്ടോ നമ്മളെന്ന് സംശയിക്കുമാറാണ് നമ്മളുടെയൊക്കെ ഇടപെടലുകൾ. ഞാനടക്കം ഞാനതാ ചോദിക്കുന്നത്. ഒരു കൊല്ലമായി പ്രവർത്തിക്കുന്ന ഈ പാലിയേറ്റീവ് കെയർ പ്രവർത്തനത്തിൽ ശരീരം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന ചോദ്യം ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും സ്ത്രീകളും പുരുഷന്മാരും ആത്മാർത്ഥമായി ആലോചിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാ ചെയ്യുന്നത് എന്നറിയാതെ, ഇതാരാണ് ഈ ഉമ്മുമാനെ സംരക്ഷിക്കുന്നത്, ഈ ഉമ്മുമാനെ കുളിപ്പിക്കുന്നത്, ഈ ഉമ്മുമാനെ വസ്ത്രം ശരിയാക്കി കൊടുക്കുന്നത്, ഈ ഉമ്മുമാന്റെ തീട്ടപാത്രവും മൂത്രപാത്രവും ആരാണ് വൃത്തിയാക്കുന്നത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു സഹാബി ഇറങ്ങിച്ചെല്ലുകയാണ്. ഇറങ്ങിച്ചെല്ലുമ്പോ അവിടെ പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഉമ്മ നിങ്ങൾക്ക് ആരുമില്ലല്ലോ, പക്ഷെ നിങ്ങളുടെ റൂം വൃത്തിയാണ്, നിങ്ങളുടെ വീട് വൃത്തിയാണ്, നിങ്ങളുടെ ശരീരം വൃത്തിയാണ്, നിങ്ങൾക്ക് ആഹാരം കിട്ടുന്നുണ്ട്, ആരാണ് ചെയ്തു തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്: എനിക്കറിയില്ല, എല്ലാ ദിവസവും ഒരു മനുഷ്യൻ ഇവിടെ വരുന്നു, എല്ലാ ദിവസവും ഒരു മനുഷ്യൻ ഇവിടെ വരുന്നു,
ആ മനുഷ്യൻ എനിക്ക് വേണ്ടതൊക്കെ ചെയ്യുന്നു. എനിക്ക് മക്കളില്ലാത്ത വിഷമമില്ല, കുടുംബമോ ബന്ധുബലമോ ഇല്ലാത്ത പ്രശ്നമില്ല, എന്റെ കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ സഹാബി പാത്തും പതുങ്ങിയിരിക്കുന്നുണ്ട്. ആരാണ് ഈ മനുഷ്യനെന്നറിയാൻ. ഇന്ന് റോഡ് മുറിച്ചു കടക്കുമ്പോൾ ഒരന്ധനായ മനുഷ്യനെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്നത് സ്വന്തം ഏറ്റവും വലിയ മൊബൈൽ ഫോണ് സ്വന്തം സുഹൃത്തിനെ ഏൽപ്പിച്ച് ഞാൻ അയാളെ മുറിച്ചു കടത്തുന്നത് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഞാൻ തിരക്കിടില്ല എന്ന് സ്വയം അഭിരമിക്കുന്ന ഒരു സാമൂഹ്യ ബോധത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ടായിരിക്കണം സ്നേഹത്തിന്റെ, കരുതലിന്റെ, അറിയലിന്റെ, മനസ്സിലാക്കലിന്റെ പടച്ച തമ്പുരാൻ നമ്മൾക്ക് പ്രാതിനിധ്യം നൽകി ഇവിടെ പറഞ്ഞയച്ചു വിട്ട ഈ പ്രാതിനിധ്യത്തിന്റെ നിർവഹണത്തിന്റെ വക്താക്കളായിരിക്കുന്ന ഞാനും നിങ്ങളും എത്രമാത്രം ഇതിൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട് എന്ന സ്വയം വിമർശനത്തിന് ഈ സംഗമം, ഈ മഹല്ല് സംഗമം ഇടയാകട്ടെ എന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഇതൊരു ഉത്തരവാദിത്വത്തിന്റെ പേരാണ്, കടമയുടെ പേരാണ്, ബാധ്യതയുടെ പേരാണ്. 22 കൊല്ലത്തെ പാലിയേറ്റീവ് കെയർ വളണ്ടിയർ പ്രവർത്തനത്തിന്റെ ചെറിയ അനുഭവത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ പെരുപ്പം പറയാനല്ല. ഈ 22 കൊല്ലത്തിൽ കേട്ട മനുഷ്യരിൽ അനാഥരുണ്ട്, വിധവകളുണ്ട്, ദുർബലരുണ്ട്, ഒരു നേരത്തെ ആഹാരത്തിന് പ്രയാസപ്പെടുന്ന മനുഷ്യരുണ്ട്, തീട്ടത്തിലും മൂത്രത്തിലും കഴിഞ്ഞുകൂടുന്ന മനുഷ്യരുണ്ട്. ഈ മനുഷ്യരെ കാണാത്ത, ഈ മനുഷ്യരുടെ സാമീപ്യത്തിൽ പോയി ഒന്നിരിക്കാത്ത, ആ മനുഷ്യരെ ആ തീട്ടത്തിൽ നിന്നും മൂത്രത്തിൽ നിന്നും ഈ കടുത്ത ചൂട് ഇന്നൊക്കെ നമ്മൾ അനുഭവിച്ച 35, 36, 37 ഒക്കെ ഡിഗ്രിയിലുള്ള ഈ ചൂട് കാലത്ത് ഒരു തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ ആഗ്രഹിച്ചിട്ട് ഒരു കുളി വിദൂര സ്വപ്നമായി കാണുന്ന എത്രയെത്ര മനുഷ്യരുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. ഈ ആളുകളെ കാണാത്ത നമുക്ക് എങ്ങനെയാണ് നാളെ പരലോകത്ത് പടച്ച തമ്പുരാനെ കാണാൻ കഴിയുക? ഈ മനുഷ്യരുടെ സങ്കടങ്ങളും വ്യതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കേൾക്കാൻ 2 കാതുകൾ വിനിയോഗിക്കാത്ത നമുക്ക് എങ്ങനെയാണ് പടച്ച തമ്പുരാന്റെ സാന്നിധ്യവും പടച്ച തമ്പുരാന്റെ രക്ഷയും സമാധാനവും പ്രാപ്യമാവുക എന്ന ചോദ്യമില്ലേ? നമ്മൾ എത്രയോ കേട്ടതാണ്. പരലോകത്ത് വെച്ച് പടച്ച തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യം. ആ ചോദ്യം ഇങ്ങനെയാണ്: ഞാൻ രോഗിയായി കിടന്നപ്പോ എവിടെയെടോ നീ? ഞാൻ രോഗിയായി കിടന്നപ്പോ എവിടെയായിരുന്നു നീ? അപ്പോൾ നമ്മൾ പടച്ചവനോട് തർക്കിക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നമ്മൾ പടച്ചവനോട് തർക്കിക്കും പരലോകത്ത്. കൃപാലുവും ദയാലുവും പരമകാരുണികനും കരുണാനിധിയും വാത്സല്യനിധിയുമായ പടച്ച തമ്പുരാനെ, നിനക്ക് രോഗമോ? അപ്പോൾ പടച്ച തമ്പുരാൻ നമുക്കൊരു മറുപടി തരുമെന്ന് പ്രവാചകൻ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ച തമ്പുരാൻ പറയാണ്: നിന്റെ അയൽപക്കത്ത് ഒരു കുമാരേട്ടൻ, ഒരു ജാനകി അമ്മ, ഒരു ആയിഷക്കുട്ടി, ഒരു മുഹമ്മദ് കുട്ടി, ഏതെങ്കിലും നമ്മൾ അയൽപക്കമായി പരിഗണിക്കുന്ന വീട്ടിൽ കിടന്നുപോയ ഒരു മനുഷ്യന്റെ, രോഗം വന്ന് ജീവിതം തകർന്നുപോയ ഒരു മനുഷ്യന്റെ പേരെടുത്ത് പടച്ച തമ്പുരാൻ നമ്മളോട് പറയും: നിന്റെ അയൽപക്കത്ത് ഇന്നാലിന്ന ഒരു മനുഷ്യൻ രോഗിയായിരുന്നു, ആ മനുഷ്യനെ അയാളുടെ വീട്ടിൽ പോയി പരിചരിച്ചിരുന്നുവെങ്കിൽ എന്നെ പരിചരിക്കുന്നതിന് തുല്യമാണ്. പടച്ചോൻ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. രണ്ടാമത്തെ പടച്ച തമ്പുരാന്റെ ചോദ്യം: ഞാൻ ആഹാരം കഴിക്കാതെ പട്ടിണി കിടന്നപ്പോൾ നീ എന്തുകൊണ്ട് എന്നെ ആഹരിപ്പിച്ചില്ല? അപ്പോഴും നമ്മൾ ചോദിക്കും, ഈ ഭൂമിയും ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ, നിനക്ക് പട്ടിണിയോ? അവിടെയാണ് പടച്ച തമ്പുരാൻ പിന്നീട് പറയുന്ന മറുപടി: കിട്ടണ കാശ് മുഴുവനും ആശുപത്രിയിൽ കൊടുക്കാൻ, കിട്ടണ കാശ് മുഴുവനും ഡയാലിസിസ് സെന്ററിന് കൊടുക്കാൻ, കിട്ടണ കാശ് മുഴുവനും മരുന്ന് വാങ്ങിക്കാൻ ചെലവഴിച്ചു. ആ വീട്ടില് പച്ചക്കറി വാങ്ങാൻ, ഇറച്ചി വാങ്ങാൻ, അരി വാങ്ങാൻ, മക്കൾക്ക് സ്കൂളിൽ പോകാന് 3 കുട്ടികളോ 2-3 കുട്ടികൾക്ക് വണ്ടിക്കൂലിക്ക് പ്രയാസപ്പെട്ട് ഇടങ്ങേറായി ജീവിക്കണ ഒരു മനുഷ്യൻ ആ വീട്ടില് മക്കളുടേത് നടക്കട്ടെ, വാപ്പാന്റെ ചികിത്സ നടക്കട്ടെ എന്ന് വിചാരിച്ച് വീട്ടില് പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിച്ച്
കഴിഞ്ഞുപോയ ആ മനുഷ്യരെ ഒരു നേരം ആഹരിപ്പിച്ചിരുന്നുവെങ്കിൽ നീ എന്നെയാണ് ആഹരിപ്പിക്കുന്നത്. വീണ്ടും പടച്ചതമ്പുരാന്റെ ചോദ്യം, ഞാൻ നഗ്നനായിരുന്നപ്പോൾ നീ എന്തുകൊണ്ട് എന്നെ ഉടുപ്പിച്ചില്ല? അപ്പോഴും നമ്മൾ ചോദിക്കും ഇതേ ചോദ്യം, നിനക്ക് നഗ്നതയോ? അപ്പോൾ പ്രവാചകൻ പറയാണ്, അള്ളാഹു പറയും,